ഹായ് കൂട്ടുകാരി, ബത്തേരി ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നും നിങ്ങളോടൊപ്പം ലച്ചുട്ടി, വയനാട്ടിൽ നിന്നും ലച്ചുട്ടിയാണ്. വയനാട് ആയുർവേദ ഹോസ്പിറ്റൽ എല്ലാവിധ ചികിത്സയും ലഭ്യമാണ്. ഇവിടുത്തെ ഡോക്ടേഴ്സ് നല്ല അടിപൊളി ഡോക്ടേഴ്സാണ്. എല്ലാവിധ രോഗങ്ങളും കൂടി ചികിത്സ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പേവാടാണിത്, അടിപൊളിയാണ്. നല്ല വൃത്തിയുള്ള ഒരു ഹോസ്പിറ്റലാണ്. കണ്ടോ, രോഗികൾ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല രോഗികളായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ മരുന്ന് വാങ്ങുന്നിടത്തും ഇതാണ് ഹോസ്പിറ്റലിൻ്റെ എൻട്രി. ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ്, അതായത് ബത്തേരി ഗാരേജിന് തൊട്ടടുത്താണ് ഈ ഹോസ്പിറ്റൽ. ഗവൺമെൻറ്റാണ്. പിന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സ് രോഗികളോടുള്ള പെരുമാറ്റം കാണുമ്പോൾ അത്രയ്ക്ക് നീറ്റാണ്. സ്നേഹവും കാരുണ്യത്തോടു കൂടിയുള്ള അവരുടെ സമീപനം നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഏതൊരു രോഗിയുടെ അസുഖം പെട്ടെന്ന് ഭേദമാകും. ഞാൻ അനവധി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാണുന്നത്. പിന്നെ അതുപോലെ നമ്മൾ അനവധി ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ നമ്മളോട് എല്ലാവരും സിസ്റ്റർമാരായാലും ഡോക്ടേഴ്സായാലും പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്നൊരു സ്വഭാവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം. പക്ഷേ ഈ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് 2 മാസത്തോളമായി. ഇതുവരെ നമ്മളോട് രോഗികളുടെ കൂടെ നിൽക്കുന്നവരോടും രോഗികളോടും ഒരേപോലെയാണ് അവർ. സ്നേഹത്തോടും കാരുണ്യത്തോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. വേദന സഹിച്ചിട്ടായിരിക്കും ഓരോ രോഗികളും ഇവിടെ വന്ന് കിടക്കുന്നത് അല്ലേ. ഇവിടെ യോഗ ഹാളുണ്ട്, കോൺഫറൻസ് ഹാളുണ്ട്, പിന്നെ അതുപോലെ തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളുമുണ്ട്. പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർ ഓരോ രോഗികളോടും എത്ര സാന്ത്വനത്തോടു കൂടി അറിയോ സംസാരിക്കുന്നത്. അവരുടെ ആ ഒരു സാന്ത്വനത്തോടു കൂടിയുള്ള ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി രോഗം മാറി എന്നാണ് തോന്നുന്നത്. അതേപോലത്തെ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാവരും അടിപൊളി സ്റ്റാഫുകൾ, ഒന്നും പറയാനില്ല. അവരെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയാനില്ല, അടിപൊളി സ്റ്റാഫ്. അപ്പോൾ എല്ലാവരും വരിക, സമീപിക്കുക. ഇനി ഞാൻ വേറൊരു വീഡിയോസുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഞാൻ ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടിരുന്നു, പിന്നെ ഇവിടെ അടുത്ത് ഭക്ഷണം കൊടുക്കുന്ന ഒരു വീഡിയോസ്. എല്ലാവരും അത് കാണുക. ആ ചേട്ടനും ആ കുടുംബത്തിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ. ഇപ്പോൾ എല്ലാവിധ അനുഗ്രഹവും ആ ചേട്ടനും കുടുംബത്തിനും ഉണ്ടാവട്ടെ. എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാം, സപ്പോർട്ട് ചെയ്യാം. അതുപോലെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്ത് എന്നെ കൂട്ടാക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ആരെയും നിർബന്ധിക്കുന്നില്ല, എല്ലാവരും എല്ലാവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുക. ഈ ഹോസ്പിറ്റലിൻ്റെ ചുറ്റും ഇതേപോലെ ആയുർവേദ ചെടികൾ ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മൾ ഉപേക്ഷിക്കുന്ന വെട്ടിക്കളയുന്ന ഒത്തിരി ഇലകളും ചെടികളുമാണ് ആയുർവേദത്തിന് ഉപയോഗിക്കുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലായത് ഇവിടെ വന്ന ശേഷം.